60ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മിഠായിക്കട, നാടൻ മിഠായികളും അതുപോലെ തന്നെ നല്ല ബോഞ്ചി വെള്ളമൊക്കെ കിട്ടുന്ന ഒരു കട തിരുവനന്തപുരത്തുണ്ട്. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. എന്താണ് ഈ ബോഞ്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരങ്ങ വെള്ളത്തിന് തന്നെയാണ് ബോഞ്ചി വെള്ളം എന്ന് പറയണത്. ഒരു നാരങ്ങ എടുക്കുന്നു, അതിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് മുഴുവനോടുകൂടി പിഴിയുന്നു. ഇതിലേക്കായിട്ട് പൗഡേർഡ് ആയിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നു, പിന്നെ വെള്ളമോ സോഡയോ ചേർത്ത് നന്നായിട്ട് കലക്കി തരുന്നു. ഇതാണ് നാരങ്ങ വെള്ളം അഥവാ ബോഞ്ചി വെള്ളം. ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് പ്രത്യേകതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വല്ലവൻ്റെ അവിഹിതവും അതുപോലെ തന്നെ കണ്ണി കണ്ടവൻ്റെ കുടുംബ പ്രശ്നമൊക്കെ കണ്ടന്റ് ആവുന്ന കാലഘട്ടത്തിൽ ഒരു ബോഞ്ചി വെള്ളം കണ്ടന്റ് ആവുമെന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ബോഞ്ചി വെള്ളം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച വെയിലത്തൊക്കെ നല്ല ദാഹിച്ച് വരുന്ന സമയത്ത് ഒരു വെട്ടിക്കടയിൽ വന്ന് ചേട്ടാ ഒരു നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു ബോഞ്ചി വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 20-30 രൂപയ്ക്കോ ഒരു വലിയ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒറ്റ കുടി, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നമ്മൾ വീട്ടിൽ പോലും ഇങ്ങനൊരു സംഭവം റീക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ആ കടയിൽ നിന്ന് കുടിക്കുന്ന ടേസ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. തിരുവനന്തപുരം ഭാഗത്താണ് സാധാരണ ഈ ഒരു ബോഞ്ചി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് വന്നിരുന്നത്. ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ വ്ളോഗിന് വേണ്ടി ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ കഴിച്ചത് തേങ്ങാ മുട്ടായാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മുട്ടായാണ്. 5 രൂപ എന്തോ ആണ് ഇതിൻ്റെ വില വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ, നന്തൻകോട് കഴിഞ്ഞിട്ട്. അവിടെ ക്ലിഫ് ഹൗസിന് അടുത്തായിട്ടാണ് ഈ അനിൽ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക.